ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് മുരിങ്ങക്കായി ചെമ്മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ടിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ഇത് ചെമ്മീൻ, ഇത് മുരിങ്ങക്കായി. പിന്നെ അതിലേക്ക് 2 വലിയ തക്കാളി ഉണ്ട്, കുറച്ച് കറിവേപ്പിലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള, മല്ലിയില. ഇതിലേക്ക് ഇനി കുറച്ച് മുളകിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അത്രേ വേണ്ടുള്ളൂ. ഉപ്പും നമുക്ക് ഇനി അടുപ്പത്ത് വെക്കാം. പാത്രത്തിൽ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ അരച്ചിട്ട് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും മുക്കി വരണം. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി ഉണ്ട്. പച്ചമുളക്, കുറച്ച് മല്ലിയില കുറച്ചിട്ട് കൊടുത്താൽ മതി. കറിവേപ്പില, നല്ലോണം മൂത്ത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് മുളകിൻ്റെ വറുത്ത് വെക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മഞ്ഞൾ 1 ടീസ്പൂണ്, പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്, ഉപ്പ് ആവശ്യമെടുത്തേക്കാം. ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഈ തലയും വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾ തല വെച്ചാൽ ഇല്ലേ തല കളയാം. തല ഇട്ടെങ്കിൽ അതിൻ്റെ പുളിപ്പൊക്കെ പാടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായി ഇതൊക്കെ ഇതിൽ വെന്തതിൻ്റെ ശേഷം നമുക്ക് മുരിങ്ങക്കായിലേക്ക് ഒന്ന് മൂടിക്കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് തുറന്ന് നോക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ അതിൽ കിടന്ന് വാടി വന്ന്, അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്ന് നമുക്ക് മുരിങ്ങക്കായിലേക്ക് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് മാംഗോ പൗഡർ ഇട്ട് കൊടുക്കാം. മാങ്ങ രണ്ടാന്ന് വിചാരിച്ചിട്ട് അയലമ്പാടെ അങ്ങനെ ചണ്ടി പോലെ ഉണ്ടാക്കി കുറച്ച് ഇത് ഞാൻ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. മാങ്ങ ഉണക്കി പൊടിച്ചതാണ്. നല്ലൊരു പുളിപ്പുണ്ടാവും. പ്രത്യേകിച്ച് മീനില്ലേ, ചെമ്മീനുണ്ടല്ലോ, ചെമ്മീനിന് തന്നെ പുളിപ്പുണ്ടാവും. എന്നാലും മാങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ഉണ്ടാവും. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനിത് മൂടിക്കൊടുക്കാം. ഇത് വന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് ചെറിയ ഉള്ളി, വറുത്ത് വെച്ചതാണ്. അല്ല, ഈ ചതക്കി വെച്ചതാണ് ചെറിയ ഉള്ളി. പിന്നെ കുറച്ച് മുളക്, അതുപോലെ തന്നെ ഉപ്പ് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ. തേങ്ങ നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം.
വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടാണ്. ഇത് നല്ലതാണ് മുരിങ്ങയില. ഈ മഴക്കാലമാകുമ്പോൾ മുരിങ്ങ എല്ലാം ഒടിഞ്ഞു വരും. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ് മുരിങ്ങയിലൊക്കെ നല്ലോണം കിട്ടും. മൂടി കൊടുക്കാം, വേവട്ടെ, വെന്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ ചെമ്മീനും മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അധികം വെള്ളം ചേർക്കാണ്ടെടുത്ത തേങ്ങാപ്പാലാണ്. ഇതൊന്ന് പാത്രം ഒന്നും വേണ്ട, ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വന്ന് നമുക്ക് തീ ഓഫാക്കിയിട്ട് ചോറിൻ്റെ കൂടെ വിളമ്പാം. മൂടിക്കൊടുക്കാം. നമ്മളെ മുരിങ്ങടലിയും വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ചോറ്. ഇത് കുറച്ച് കടല വറുത്ത് പൊടിച്ചതാണ്. ഇത് തീ ഓഫാക്കാം. ഇതും പതച്ച് വന്നിട്ടുണ്ട്. ഇത് തീ ഓഫാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാം. അപ്പോൾ നമ്മളെ കറിയും ചോറൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചോറുണ്ടാക്കി വയ്ക്കുക ഞങ്ങൾ. ഇത് കുറച്ച് ബീട്രൂട്ടുണ്ട്, അത് കുറച്ച് ഉണ്ടോ ചില്ലി ഫ്ലെക്സും കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തതാണ്. കുറച്ച് സവാള അടിയിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് തൈര് വെച്ച് കൊടുക്കാം. ഇത് ചോറിന് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പൊട്ടി കൊടുക്കാം. ഇതൊന്നിങ്ങനെ കഴിച്ച് നോക്കിയാൽ നല്ലൊരു സാലഡ് പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ, നമുക്ക് അത് വയ്ക്കാം. പിന്നെ ചോറ് മുരിങ്ങക്കറി, ചെമ്മീൻ കറി, ചീരപ്പേരി, ചീരല്ല മുരിങ്ങക്കായിൻ്റെ മുരിങ്ങടല ഉപ്പേരി, പിന്നെ ഇത് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ ബീറ്റ്റൂട്ട്, പപ്പടം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഇതേപോലൊക്കെ ഒരു ചോറുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയാട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ബൈ.